ഹലോ നമസ്കാരം, ഞാൻ ഷാബിൻ ജില്ലക്കാടൻ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഡെക്കാത്തലിലാണ്. നമ്മുടെ എറണാകുളത്തുള്ള ആലുവയിൽ പോകുന്ന വഴിയുള്ള ഡെക്കാത്തലൻ. പ്രോപ്പർ സ്ഥലമെന്ന് എനിക്ക് പേരറിയാൻ വയ്യ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന വളരെ വ്യത്യസ്തമായൊരു വീഡിയോ. നമ്മൾ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ച് കാണാനായിട്ട് ഇവിടെ എറണാകുളത്ത് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ യാത്രയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ചും അതിൻ്റെ ഒരു സ്പെഷ്യൽ വൈബും അതുപോലെ തന്നെ നമ്മുടെ ഈ യാത്രയിലുണ്ടായ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞങ്ങൾ രാവിലെ ഒരു 7 മണിയായപ്പോൾ വർക്കലയിൽ നിന്ന് തിരിച്ച് ഇപ്പോൾ ആലപ്പുഴ തോട്ടപ്പള്ളിയിലുള്ള നമ്മുടെ കൽപ്പകവാടി റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ഇവിടെ അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എറണാകുളം ട്രിപ്പിലൊക്കെ തന്നെ നമ്മൾ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇവിടെ നിന്നാണ്. അതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ നല്ല രുചികരമായ അപ്പം തന്നെയാണ്. ഇവിടെ നമ്മൾ ഓർഡർ കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ മുന്നിൽ വെച്ച് അപ്പോൾ ലൈവായിട്ട് അവർ നല്ല വെള്ളയപ്പം ഇങ്ങനെ ഉണ്ടാക്കി സെർവ് ചെയ്യുന്ന ഒരു രീതിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാനായിട്ട് ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് വൈകിയും നന്ദും രോഹിതുമാണ്. അപ്പം നമ്മൾ 4 പേരും കൂടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളിവിടെ വരുന്ന സമയങ്ങളിലൊക്കെ തന്നെ നല്ല തിരക്കാണ് സാധാരണ കാണുന്നത്. പക്ഷേ ഇന്ന് അത്ര തിരക്കൊന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ഓർഡർ ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ അപ്പവും മുട്ടക്കറിയും. അത് നല്ലൊരു കോമ്പിനേഷനാണ്. ഇന്നും അതുപോലെ അപ്പവും മുട്ടക്കറിയും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ആലപ്പുഴക്കാരുടെ സ്പെഷ്യൽ താറാവ് കറി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ചിക്കൻ പെരട്ടെ. അത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചേട്ടൻ ഇതെല്ലാം കൊണ്ട് റെഡിയാക്കിയിട്ടുണ്ട്. നല്ല രുചികരമായ ഫുഡ് തന്നെയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിച്ച് നമുക്ക് കൂടുതൽ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. അപ്പം നമ്മൾ നേരെ നമ്മുടെ എറണാകുളം ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ നമ്മുടെ യാത്രയെല്ലാം കണ്ടിന്യൂ ചെയ്ത് ആലപ്പുഴയെല്ലാം പിന്നിട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിയിലെ ഫോറം മാളിന് മുന്നിലൂടെയാണ്. ഫോറം മാളിനെ പറ്റി മറ്റൊരു സ്ഥലത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കിട്ടില്ല ഒരു മാൾ തന്നെയായിരുന്നു. നമ്മളതിനകത്ത് കയറിയിരുന്നു. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിലെ ഫുഡ് സ്ട്രീറ്റിൽ നമ്മുടെ കഫേ ഡി കൊച്ചി എന്ന റെസ്റ്റോറൻറ്റ് മുന്നിലാണ് നിൽക്കുന്നത്. മുന്നൊരിക്കൽ ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു. ഈ റെസ്റ്റോറൻറ്റ് പ്രത്യേകം നല്ല അടിപൊളി സീ ഫുഡ് ഐറ്റംസ് കിട്ടും. കഴിഞ്ഞ തവണ ഇവർ നമ്മളെ കലമാരി കണവ കൊണ്ട് റോസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ തവ ഫ്രൈ ചെയ്തെടുത്ത നമ്മുടെ ഹമോറും തന്നിരുന്നു. ഒന്നിനൊന്നും മെച്ചമായിരുന്നു. അപ്പോൾ ഇത്തവണ അതുപോലെയൊക്കെ തന്നെയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാം നമ്മൾ പൊറോട്ടയും അതുപോലെ കുറച്ച് ഫ്രൈഡ് റൈസ് എല്ലാം ഓർഡർ ചെയ്തിരുന്നു. അതെല്ലാം കൂട്ടി കഴിച്ചു. അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു എല്ലാത്തിനും. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് നേരെ ഇടപ്പള്ളിയിൽ വന്ന് ഫീനിക്സ് ഹോളിഡേയ്സിൽ ഞങ്ങൾ റൂം എടുത്ത് ഈവനിങ് ആയപ്പോൾ ലുലുവിനകത്ത് മാക്ഡൊണാൾഡ്സിൽ ഫുഡ് കഴിക്കാൻ തിരിക്കുകയാണ്. നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ലുലുവിൻ്റെ അടുത്ത് തന്നെ റൂം എടുത്തത് നേരെ നടന്നു വരാവുന്ന ഡിസ്റ്റൻസ് ഉള്ളത്. നടന്ന് ലുലുവിൽ വരിക, അവിടെ നിന്ന് ഫുഡ് കഴിക്കുക, നേരെ മെട്രോയിൽ കയറി നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുക, കളി കാണാൻ പോകുക. അതൊക്കെയാണ് ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മാക്ഡൊണാൾഡ്സിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിച്ചു. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. അതിനുശേഷം കളി കാണാൻ പോയി നമ്മൾ തിരിച്ചിപ്പോൾ റൂമിലോട്ട് വരികയാണ്. കളി കാണാൻ പോയ കാഴ്ചകളൊക്കെ നമുക്ക് വീഡിയോയുടെ അവസാനം കാണാം. നല്ലൊരു ഉറക്കത്തിന് ശേഷം രാവിലെ എണീറ്റ് ഇടപ്പള്ളി ലുലുവിൻ്റെ സൈഡിലായിട്ടുള്ള അംബി സോമീസ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത്. ഇവിടെ നല്ല മുരുമുരായിരിക്കുന്ന വടയും അതുപോലെ തന്നെ തമിഴ്നാട് സ്റ്റൈലിലെ സാമ്പാറും ചട്നിയും പിന്നെ നല്ല ഇഡ്ഡലിയും ദോശയും നെയ്റോസ്റ്റും ഒക്കെ കിട്ടി. അതൊക്കെ ആസ്വദിച്ച് നമ്മൾ കഴിച്ചു. അതിനുശേഷം നമ്മൾ ഇടപ്പള്ളിയിൽ നേരെ കളമശ്ശേരിയിലോട്ട് പോവുകയാണ്. കളമശ്ശേരിയിൽ നമ്മൾ ഡെക്കാത്തലിലാണ് എത്തിയിരിക്കുന്നത്. ഡെക്കാത്തലിൻ്റെ ഒരു ഹ്യൂജ് സ്റ്റോർ തന്നെയാണിത്. അപ്പം നമുക്ക് ഇതുവഴിയൊക്കെ ഒന്ന് നടന്ന് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഈ ഡെക്കാത്തലൻ എന്ന് പറയുന്ന ഈ സ്പോർട്സ് സ്റ്റോറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തരം സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള A to Z സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയും. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെല് ചെയ്യുന്ന സാധനങ്ങൾക്കെല്ലാം അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇവർ നല്ല സെയിലിടും. നല്ല ഓഫറിന് നല്ല കിട്ടില്ല സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും. ട്രാവൽ ബാഗ് അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്പോർട്സ് വെയർ, ഫുഡ് വെയർ അങ്ങനെയുള്ള ഒരുപാട് കളക്ഷനാണ് ഇവിടെ അവൈലബിൾ ഉള്ളത്. ഒരു ദിവസം കൊണ്ട് പോലും നമുക്കിത് മൊത്തം കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ഇതുവഴിയൊക്കെ ഒന്ന് വാക്ക് അറൗണ്ട് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ ഈ സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് എല്ലാവർക്കും ഇതുവഴി നടന്ന് ഈ കാഴ്ചകളിലൂടെയൊക്കെ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. നമ്മുടെ രോഹിത് ആണെങ്കിൽ അവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അത്യാവശ്യം ബോളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തട്ടി കളിക്കുന്നുണ്ടായിരുന്നു. അവൻ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ കൂടിയാണ്. അപ്പം നമ്മൾ കുറേ നേരം നടന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ മെയിൻ റീസൺ നമ്മൾ എറണാകുളത്ത് വരാനുള്ളത് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയായിരുന്നു. ഇന്നലെ നമ്മൾ കളി കണ്ടിരുന്നു. അതിൻ്റെ കാഴ്ചകൾ ലാസ്റ്റിൽ ഉൾപ്പെടുത്താമെന്ന് കരുതിയാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ, ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്ന് സ്റ്റേഡിയത്തിലോട്ട് പോകാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് മുതൽ കണ്ടു തുടങ്ങാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയുള്ള ടൈമിലൊക്കെ തന്നെ മെട്രോയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. 2 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറി നമ്മൾ സ്റ്റേഡിയം സ്റ്റേഷനിൽ ഇറങ്ങി ഇങ്ങനെ നടന്ന് ഗ്രൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഒരു സ്പെഷ്യൽ വൈബ് തന്നെയാണ് ഇവിടെ. നമ്മുടെ മുന്നിൽ ഈ കാണുന്നതാണ് സെക്യൂരിറ്റി ചെക്ക് ഇൻ പോയിന്റ്. അവിടെ മെറ്റൽ ഡിറ്റക്ടറിലൂടെയൊക്കെ കടന്നു വേണം നമുക്ക് ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കാനുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദൂരം നടന്നിട്ട് വേണം നമ്മുടെ ഗേറ്റ് കണ്ടുപിടിച്ച് നമുക്ക് സ്റ്റേഡിയത്തിനുള്ളിലോട്ട് കിടക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് എത്തിയിരിക്കുകയാണ്. കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സീറ്റെല്ലാം കണ്ടുപിടിച്ച് നമ്മളിങ്ങനെ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ചെന്നൈ എഫ്.സിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ഒരു ആവേശ പോരാട്ടമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എല്ലാവരും തന്നെ ത്രില്ലടിപ്പിച്ചുകൊണ്ട് ഇരു ടീമുകളും ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഫീൽ തന്നെയാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. ത്രില്ലിംഗ് എക്സ്പീരിയൻസ്. നമ്മുടെ സ്റ്റേഡിയം ഇങ്ങനെ ഇളകി മറിയാണ്. നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ മഞ്ഞപ്പുഴയുടെ മെയിൻ ഗാലറിയാണ്. അവിടെ അവരിങ്ങനെ അടിച്ച് പൊളിക്കുന്നുണ്ട്. നാഷണൽ ആന്തം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റേഡിയം ഇങ്ങനെ ഇലക്ട്രിഫൈങ് മൂഡിലേക്കാണ്. ഉടനെ തന്നെ കിക്ക് ഓഫ് കാണും. അതിനായിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കിക്ക് ഓഫിൻ്റെ തൊട്ട് പിറകെ തന്നെ ചെന്നൈ എഫ്.സിക്ക് ഒരു ഫ്രീ കിക്ക് കിട്ടി. അതിലൂടെ അവരൊരു ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് എല്ലാം ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഒരു പെനാൽറ്റി തൊട്ട് പിറകെ തന്നെ കിട്ടിയിരിക്കുകയാണ്. അത് ഗോളടിക്കാനുള്ള ഒരു സുവർണ്ണ അവസരം തന്നെയാണ്. സ്റ്റേഡിയത്തെ ഇളക്കി മറിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നമ്മുടെ സ്വന്തം ഡിമിത്രിയോസ് ഒരു പെനാൽറ്റി ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നടിച്ചതിൻ്റെ തൊട്ട് പിറകെ ഇവിടെ ചെന്നൈ എഫ്.സിക്കും ഒരു പെനാൽറ്റി കിട്ടിയിരിക്കുകയാണ്. അയ്യോ, അത് അവരിതാ ഗോൾ അടിച്ചിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റ് നിൽക്കുമ്പോഴും ഭയങ്കര സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും കേരള ഒരു ഗോളും കൂടെ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകെ ചെന്നൈയും ഒരു ഗോളും കൂടെ അടിച്ച് ഹാഫ് ടൈം ആയപ്പോൾ 2-3 എന്ന നിലയിലാണ് നിൽക്കുന്നത്. ഹാഫ് ടൈം ആയപ്പോഴത്തേക്ക് നമുക്ക് ജ്യൂസോ വെള്ളമോ എല്ലാം കുടിക്കാനായിട്ട് പുറത്തോട്ടിറങ്ങിയാണ്. ഇവിടെ ഭയങ്കര അംഗമാണ്. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. വെള്ളമൊന്നും പ്രോപ്പർലി ആൾക്കാർക്ക് കിട്ടുന്ന രീതിയിലൊന്നും സംവിധാനം ചെയ്തിട്ടില്ല. ജ്യൂസൊന്നും കിട്ടത്തില്ല, വെറും വെള്ളം മാത്രം കിട്ടും. അതും അടികൂടി മേടിക്കണം. ആ ഒരു കണ്ടീഷനാണ് ഇവിടുത്തെ സ്പോർട്സ് അതോറിറ്റിക്ക് എന്തിനാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. അങ്ങനെ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ആരവങ്ങൾ ഇങ്ങനെ സ്റ്റേഡിയത്തിൽ മുഴങ്ങി കേൾക്കുകയാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഭയങ്കര സപ്പോർട്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും മൊബൈലിലെ ഫ്ലാഷൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് സ്പെഷ്യൽ ഒരു വൈബ് ലൈറ്റ് തന്നെ കൊണ്ടുവരികയാണ്. നമ്മൾ ടി വിയിൽ കാണുന്ന നടക്കുന്നല്ല, ഗ്രൗണ്ടിൽ ഇരുന്ന് കണ്ടല്ലേ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി മനസ്സിലാകത്തുള്ളൂ. അതിലേക്ക് കേരളം ഒരു ഗോൾ സ്കോർ ചെയ്ത് 3-3 നിലയിലെത്തിയിട്ടുണ്ട്. ആവേശത്തിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി. അപ്പോൾ എന്തായാലും കളി ഇപ്പോൾ തീരാറായിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം കളി തീരുന്നതാണ്.
കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കഴിഞ്ഞ പെട്ടെന്നൊന്ന് സ്റ്റേഡിയം വിട്ട് വരുന്നത് സ്പെഷ്യൽ ത്രില്ലിംഗ് ആയിട്ടുള്ള വൈക്കിംഗ് ക്ലാപ്സ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അതർ സൈഡിലാണ് ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ്. നമ്മൾ സ്റ്റേഡിയത്തിൽ വന്ന് നിന്ന് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ഇങ്ങനെ ക്ലാപ്പ് ചെയ്യുമ്പോൾ ഭയങ്കരമായ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ലൈഫിൽ ഒരിക്കലെങ്കിലും കല്ലൂർ സ്റ്റേഡിയത്തിൽ വന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യണം, ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഭയങ്കര ഒരു നഷ്ടം തന്നെയായിരിക്കും. അപ്പോൾ അതർ സൈഡിൽ നിന്ന് നമ്മുടെ ടീം അംഗങ്ങൾ നമ്മുടെ സൈഡിലേക്ക് വരാണ് വൈക്കിംഗ് ക്ലാപ്സിന് വേണ്ടി. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമെല്ലാം ഇങ്ങനെ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗാലറി എല്ലാം ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാ ഈ വരുന്നത് നമ്മുടെ സ്വന്തം ഇവാൻ വൊക്കോവിനോവിച്ച്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ ഫാൻസിൻ്റെ മൊബൈലൊക്കെ മേടിച്ച് സെൽഫിയൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അടിപൊളി കളിയുണ്ട്. 3-3 ഫിനിഷ് ചെയ്തെങ്കിലും നമുക്ക് ജയത്തിന് തുല്യമായ ഒരു കളി തന്നെയായിരുന്നു. ബാക്കിൽ നിന്നും വന്ന ഒരു 3-3 ഡ്രോ ആക്കിയാണ് ചെയ്തത്. ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കാണാം. ഷാബിൻ ചില്ല കാണാൻ. ബൈ ഷാബിൻ, സൈനിങ് ഓഫ്.